ശ്രീകുമാർ, ഏറ്റവും ഒടുവിലത്തെ വാർത്തയോടുള്ള താങ്കളുടെ പ്രതികരണം, പത്മകുമാറിനെ കാണാൻ ബി.ജെ.പി. നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയ കാര്യം. നോക്കൂ സ്മൃതി, ബി.ജെ.പിയിലേക്ക് CPM നേതാക്കൾ പോകുന്നതിൽ എന്താ പുതുമയുള്ളത്? കാരണം ബി.ജെ.പിയുടെ പ്രമുഖ നേതാവ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട ആളാണ് പ്രമുഖനായ ശ്രീ P. ജയരാജൻ. അദ്ദേഹത്തെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബി.ജെ.പി. CPM ഇഷ്ടമുള്ളൊരു പാർട്ടിയാണ്, കാരണം കോൺഗ്രസ് വിരുദ്ധരാണ്. അപ്പോൾ കോൺഗ്രസ്സിലേക്ക് പോകരുതെന്നേ ഉള്ളൂ, ബി.ജെ.പിയിലേക്ക് പോകുന്നതിൽ അവർക്ക് വിരോധം ഉണ്ടാവില്ല. കാരണം അത് ഞാനൊരു ചെറിയ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സുഹൃത്ത് ജയേന്ദ്രൻ പറയുന്നത് MB രാജേഷിനെ പോലുള്ളവർക്കൊക്കെ വേണമെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്വം കൊടുക്കുന്നതൊക്കെയാണ്. അത് നല്ല കാര്യം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായ നമ്മുടെ AK ബാലൻ പറഞ്ഞത്, കേന്ദ്ര കമ്മിറ്റി അംഗമാണെങ്കിലും സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കുക എന്ന് വെച്ചാൽ പ്രത്യേക സ്റ്റാറ്റസാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്റ്റാറ്റസ് ഇപ്പോൾ തൽക്കാലം മന്ത്രി മുഹമ്മദ് റിയാസിന് മതി എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ് സ്മൃതി, കേരളത്തിലെ CPM നേതൃത്വം അവർക്ക് ഇഷ്ടമില്ലാത്ത, എന്ന് വെച്ചാൽ പിണറായി പക്ഷത്ത് നേതാക്കൾ അവർക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. P. ജയരാജനെ ഒഴിവാക്കിയതിന് എന്ത് ന്യായീകരണം അവർ പറയുക? നോക്കൂ, പാർട്ടിക്ക് സംഭാവന ചെയ്തവരെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാക്കിയെന്നാണ് പറയുന്നത് ഒരു നേതാവ്. അപ്പോൾ ജയരാജൻ്റെ സംഭാവന പാർട്ടിക്ക് ഇല്ലെന്നാണോ നമ്മൾ കരുതേണ്ടത്? അല്ലെ പ്രത്യേകിച്ച് പറയണം ജയരാജൻ്റെ കാര്യത്തിൽ. എന്തൊക്കെ പറഞ്ഞാലും ജയരാജൻ സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കാരണം അദ്ദേഹം പാർട്ടി വിരുദ്ധനല്ലല്ലോ എന്തായാലും. പക്ഷേ ജയരാജനെ ഖാദി ബോർഡ് വൈസ് ചെയർമാനാക്കി മാറ്റിയ ശേഷം നമുക്കറിയാം അദ്ദേഹത്തെ പാർട്ടി ഒതുക്കാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മെമ്പറാക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? മേഴ്സിക്കുട്ടിയമ്മയുടെ കാര്യം, എല്ലാവരുടെ കാര്യം തന്നെ ഇവരെ അത് അഭിപ്രായം പറയുന്നവർ ഈ സെക്രട്ടേറിയറ്റിലോ ഈ സംസ്ഥാന കമ്മിറ്റിയിലോ ഉണ്ടാകാൻ പാടില്ല എന്ന് പാർട്ടി തീരുമാനിച്ചു. അതിൽ നമുക്ക് തമാശയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് CPM നിന്നും എന്തെങ്കിലും അപശബ്ദം ഉണ്ടാക്കുന്ന ഒരാളെ BJP-ക്കാർ പോയി കണ്ടാൽ എന്ത് കുറ്റമാണ് പറയാൻ പറ്റുക? ഇന്ന് രാവിലെ നമ്മുടെ AK ബാലനെ ഉദ്ധരിക്കാൻ കാരണം ഇന്ന് പാർട്ടി സെക്രട്ടറിയുടെ വേഷം അദ്ദേഹം അണിഞ്ഞുകൊണ്ടാണ് കേട്ടോ. അദ്ദേഹം രാവിലെ പറയാണ്, എതിരാളികൾക്ക് ഇങ്ങനെയൊക്കെ സ്വാഗതം ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്ന്. ശശി തരൂരും സന്ദീപ് വാര്യരൊക്കെ എന്തോ പറഞ്ഞപ്പോൾ സ്വാഗതം ചെയ്ത നേതാവാണ് ബാലൻ. ഒരു തമാശയാണ് സ്മൃതി പരുത്തിക്കാട് നമ്മുടെ ഈ CPM-ൽ ഇപ്പോഴത്തെ നേതാക്കളുടെ അവസ്ഥയെന്ന് പറയുന്നത്. ഇന്ന് പറയാണ് പാർട്ടി വാർത്ത ചോർത്തിയതിനെ ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവരിങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ, CPM-ൻ്റെ ഇനിയിപ്പോൾ അടുത്തവരുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പോവുകയാണ്. ആ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരു വെടി പൊട്ടിയല്ലോ, എന്തായാലും സുതാര്യമല്ല കാര്യങ്ങളെന്നും ഐക്യമല്ല കാര്യങ്ങളൊക്കെ ഒരു വിധത്തിലൊക്കെ വ്യക്തമായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് BJP-യിലേക്ക് പോകുന്നതിനോട് CPM-ന് ഒരു വിരോധം ഉണ്ടാകുന്നില്ല. മിക്കവാറും നേതാക്കളൊക്കെ CPM-ൽ പോയത് നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരം മുതൽ നമ്മൾ നോക്കിയാൽ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.